ഫ്രാക്ഷന്റെ കൂട്ടാന്, കുറയ്ക്കാന്, ഗുണിക്കാന്, ഹരിക്കാനല്ലേ? അതിന്റെ എല്ലാത്തിന്റെയും ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കൂട്ടണതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ള് ലെറ്റർ ആണ് വെച്ചത്. എ, ബി, പി, ക്യൂ എന്നുള്ള ലെറ്റർ ആണ് വെച്ചത്. ആദ്യം എയും ക്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്യുക. പിന്നെ ഇവിടെ ഉള്ള ചിഹ്നം പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക. അതിനുശേഷം പിയും ബിയും തമ്മിൽ ഇൻറ്റു ചെയ്യുക. പിന്നെ ബൈ താഴെയുള്ള ഡിനോമിനേറ്റർ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. താഴെ ബി ക്യൂ ആവും വരിക. ഇതിനുശേഷം മൈനസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഈ നടുവിലുള്ള ഈ ഒരു സിമ്പിൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ചേഞ്ച് ആവുള്ളൂ. അത് എയും ക്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്ത് വെക്കുക. സെൻട്രലിലുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണെങ്കിൽ മൈനസ് എന്ന് എഴുതി വെക്കുക. പിന്നെ പിയും ബിയും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് എഴുതി വെക്കുക. ബൈ താഴെ രണ്ട് സംഖ്യ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് എഴുതുക. ഇതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഇൻറ്റു ചെയ്യാനല്ലേ? ആ ഡയറക്റ്റ് എയും പിയും തമ്മിൽ ഇൻറ്റു ചെയ്യുക. താഴെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ബിയും ക്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് താഴെ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡിവിഷന്റെ സിമ്പിളിന് പകരം മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ ഇടുക. രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? നേരെ റെസിപ്രോക്കൽ ആക്കിയിട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ മറന്നു പോകണമെങ്കിലും ജസ്റ്റ് ഇത് നോക്കിയാൽ വേഗം മനസ്സിലാവും. പിന്നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി, മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിടുന്നു. അതൊക്കെ ഓക്കെ അല്ലേ? ഇതിൽ എക്സാമിന് വന്നിരുന്ന ക്വസ്റ്റ്യനും ഏകദേശം ഒരു മോഡൽ ക്വസ്റ്റ്യനുകൾ നമുക്ക് പറയാം. ഇതിൽ ഫസ്റ്റ് തന്നത് ഇവിടെ 4 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഫ്രാക്ഷനിൽ ഏതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ വരിക? ഇതിൽ ഏതാ ഏറ്റവും വലുത് വരിക? കേട്ടില്ല. 7/11 അല്ലേ ഉണ്ടാവുക? 7/17. നിങ്ങൾ ഇങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയല്ലേ പരീക്ഷേന്റെ മാർക്ക് ഉണ്ടാവുക? സ്കൂളിൽ പരീക്ഷേന്റെ മാർക്ക് ഉണ്ടാവുക. താഴെ എന്താ ഉണ്ടാവുക? ടോട്ടൽ മാർക്കല്ലേ ഉണ്ടാവുക. മുകളിൽ നമുക്ക് കിട്ടിയ മാർക്കും അല്ലേ. ഇതൊക്കെ വെറുതെ പരീക്ഷേന്റെ മാർക്കാന്ന് വിചാരിച്ച് നോക്ക്. 13-ൽ 7 മാർക്ക് കിട്ടണതും 17-ൽ 7 മാർക്ക് കിട്ടണതും ഒരേപോലെയാണോ? അല്ലല്ലോ. 11-ൽ 7 മാർക്ക് കിട്ടണതും 15-ൽ 7 മാർക്ക് കിട്ടണതൊക്കെ ഒരേപോലെയാണോ? അപ്പൊ ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാവുക? 11-ൽ 7 അതല്ലേ വലിയ മാർക്ക്. അപ്പൊ ഇതിലുള്ള വലിയ ഭിന്നസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷേന്റെ മാർക്ക് ആലോചിച്ചാലും മതി. ഏതാണ് ഏറ്റവും വലുത് നോക്കാം. ഇത് ഓപ്ഷൻ തന്നെ. അങ്ങനെയല്ല, മൂന്നാമത്തിലാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാത്തിലും അംശം എന്താണ്? സെയിം അല്ലേ? അപ്പൊ താഴെയുള്ളതിൽ ഏതാണ് ചെറിയ സംഖ്യ നോക്കിയാൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി താഴെയുള്ളത്. അപ്പൊ ഇതല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ഇതായിരിക്കും എന്തുണ്ടാവുക? ഏറ്റവും വലിയ ഭിന്നസംഖ്യ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് പറയാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഏതാ സെയിം ആയിട്ടുള്ളത്? മുകളിലുള്ളതാണോ താഴെയുള്ളതാണോ? അംശമാണോ ഛേദാണോ? ഛേദല്ലേ. താഴെയുള്ള സംഖ്യയല്ലേ സെയിം ആയിട്ട് വരുന്നതുള്ളത്. എല്ലാതും 11 അല്ലേ. മുകളിലുള്ള സംഖ്യകളല്ലേ മാറ്റമുള്ളത്. ഇപ്പോഴും പരീക്ഷന്റെ മാർക്ക് ആലോചിച്ച് നോക്ക്. ഏതാണ് ഉണ്ടാവുക അല്ലേ? ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടി ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? 7/11 അല്ലേ ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാന്. നമ്മുടെ മാർക്കായിട്ട് ആലോചിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി താഴെ നോക്ക്. താഴെ മുകളിലും സെയിം അല്ല, താഴെ എന്തല്ല സെയിം അല്ല. ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ നമുക്ക് താഴെ ഫുള്ള് LCM എടുത്തിട്ട് എല്ലാ വാല്യൂം സെയിം ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഫ്രാക്ഷൻ മാത്രം എടുത്ത് ചെയ്ത് നോക്കുക. അതിലേതാ വലുതെന്ന് നോക്കുക. എന്നിട്ട് ആ വലുതിനായിട്ട് ഈ സംഖ്യ നോക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള വലുതിനായിട്ട് ഈ സംഖ്യ നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം. 7, 5, 3, 4 പോണ സംഖ്യ ഏതാന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ LCM ഇവിടെയും സെയിം ആക്കുക, മുകളിലും സെയിം ആക്കുക. അപ്പൊ എല്ലാത്തിനും വാല്യൂ മാറും. എന്നിട്ട് അതിൽ ഏതാണ് വലുതെന്ന് നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ 2 സംഖ്യ മാത്രം എടുക്കുക. അതിലേതാ വലുതെന്ന് നോക്കുക. പിന്നെ അതിൽ നിന്നുള്ള വലുതും ഈ മൂന്നാമത്തെ ആയിട്ട് നോക്കുക. അതിൽ നിന്നുള്ള വലുതെടുക്കുക, ഇതായിട്ട് നോക്കുക.
അതെങ്ങനെയാ വലുത് നോക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ രണ്ട് സംഖ്യ ഞാൻ എടുത്ത് 6/7 4/5 അല്ലേ. ഈ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുക. ഗുണിച്ചിട്ട് എത്ര കിട്ടുക? അതിന് മുകളിൽ എഴുതി വെക്കുക. ഇനി 4 7 തമ്മിൽ ഗുണിക്കുക. എത്ര ഉണ്ടാവുക? 28 അല്ലേ. 30 28 വലുത്? അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാ വരിക? 6/7. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? 6/7 2/3 തമ്മിൽ നോക്കുക. 6 3 തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടുക? 18. 7 2 ഗുണിച്ചാലോ 14. ഏതാ വലുത്? 18 അല്ലേ വലുത്? അപ്പൊ ഏത് ഫ്രാക്ഷനാണ് വലുത്? 6/7. ഇനി 6/7 3/4 തമ്മിൽ നോക്കുക. 6 4 ഗുണിച്ച എത്ര ഉണ്ടാവുക? 24. 7 3 ഗുണിച്ച എത്ര ഉണ്ടാവുക? 21. ഏതാ വലുത്? 24. അപ്പൊ നമുക്ക് ഏത് പറയാം? ഈ 4 എണ്ണത്തിൽ ഏതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റും? 6/7. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ സംഭവം ഇതിലെല്ലാത്തിനും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതില് വേറൊരു ബന്ധം കൂടിയുണ്ട്. ഇപ്പൊ ഇവിടെ 6 7 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ഇവിടെയോ 4 5 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 3 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3 4 തമ്മിലുള്ളതോ? ഒക്കെ ഒന്നല്ലേ. അതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്താലും അതാവും ഏറ്റവും വലുതുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെയൊക്കെ ഏറ്റവും ചെറുതാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ വലുത് നോക്കിയ പോലെ നേരെ തിരിച്ചു നോക്കിയാൽ മതി. ചെറുത് ഏതാ നോക്കിയാൽ മതി. ഇതിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ 6 5 30 4 7 എത്രയായി? 28 ഇതിലുള്ള ചെറിയ ഫ്രാക്ഷൻ ഏതാ വരിക? 4/5. പിന്നെ 4/5 2/3 തമ്മിൽ ചെയ്യാം. 4 3 തമ്മിൽ ഇൻറ്റു എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. 5 2 ഗുണിച്ച് എത്ര ഉണ്ടാവുക? 10 അല്ലേ. അപ്പൊ ഇതിൽ ചെറിയ ഫ്രാക്ഷൻ ഏതാ വരിക? 2/3 അല്ലേ ഉണ്ടാവുക. പിന്നെ 2/3 3/4 തമ്മിൽ നോക്കുക. സംഖ്യ എടുത്ത് ഒന്നൊന്നല്ല, ഇതിലെല്ലാത്തിലും ഒരേ വ്യത്യാസമായാൽ മതി. ഒരേ വ്യത്യാസമായാൽ മതി. ഇതേ പഠിച്ചു നോക്കും. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. മറ്റേതൊന്നും ഓർമ്മയില്ലെങ്കിലും ഇത് വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ രണ്ടും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട എന്താ? നമ്മുടെ പരീക്ഷയുടെ മാർക്ക് ആലോചിച്ചാൽ മതി. ഇത് പരീക്ഷയുടെ മാർക്ക് ആലോചിച്ചാൽ വേഗം മനസ്സിലാവൂലേ ആരാണ് ഏറ്റവും പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ലേശം ബാക്കോട്ടുള്ള കുട്ടി ആരാന്ന് വേഗം മനസ്സിലാവൂലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കണേന്ന്. ഓക്കെ അല്ലേ? ഇതൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഈ ഒരു മെത്തേഡ് എന്തായാലും എഴുതി വെക്കണം കേട്ടോ. ഇതിൽ ഇനി ഈ 3 ആൻസർ കൂടി എഴുതി വെക്ക്. ആദ്യം വലുത് 3 അടലപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം? ചോദ്യം നമ്മൾ മെല്ലെ മാറ്റിയിട്ട് ചെറുതാക്കി. അപ്പൊ അതിലേതാ വരിക ആൻസർ? ഒന്നാമത്തിൽ ഏതാവും വരിക? ഇതല്ലേ വരിക? ഇത് ഈ 4 എണ്ണം പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ് മാർക്ക് ഏതായിരിക്കും? ഇതാവൂലേ? 17 7 കിട്ടിയതാവൂലേ ഏറ്റവും ചെറുതുണ്ടാവുക? അടുത്ത രണ്ടാമത്തേത് നോക്ക്. 11ലാണ് ടോട്ടൽ മാർക്കെങ്കിൽ ഏറ്റവും കുറവ് ഏതാ വരിക? ഇതല്ലേ വരിക? 2 അല്ലേ വരിക? അല്ലേ? 11 ഇനി ഇതൊന്നും നേരത്തെ നമ്മൾ ചെയ്തു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി മാറ്റി ചെയ്ത് നോക്ക് കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡ് ചെയ്തിട്ട് ഏതാണ് ചെറുത് വരിക എന്നുള്ളത് അതിലുണ്ട്. ഞാൻ ഒന്ന് ഒറ്റയ്ക്കൊന്ന് എഴുതി നോക്ക്. നോക്കുക. ഇതിന് ചെറുത് നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 6/7 4/5 നോക്കുക. ഇവിടെ 6ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടുക? 30 അല്ലേ കിട്ടുക? 7ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടുക? 28. അപ്പൊ ഏതാ ചെറുത്? 28 ചെറുത്. 4/5 അല്ലേ ചെറുതുണ്ടാവുക? അപ്പൊ ഇനി 4/5 2/3 തമ്മിൽ നോക്കുക. 4/5 2/3 തമ്മിൽ നോക്കുമ്പോൾ 4 3 ഗുണിച്ചാൽ എത്ര കിട്ടുക? 12 അല്ലേ? 5 2 ഗുണിച്ചാൽ എത്ര കിട്ടുക? 10 അല്ലേ? ഏതാ ചെറുത്? 2/3 തന്നെയല്ലേ ചെറുതുണ്ടാവുക? ഇവിടെ 12ഉം ഇവിടെ 10ഉം അല്ലേ? അപ്പൊ ചെറുത് 2/3 അല്ലേ?
ഇനി 2/3 3/4 തമ്മിൽ നോക്കുക. ഈ 2 4 ഗുണിച്ച് എത്ര കിട്ടുക? 8. 3 3 തമ്മിൽ ഗുണിച്ച് എത്ര കിട്ടുക? 9. ഏതാ ചെറുത് വരിക? 2/3. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ വ്യത്യാസം ഒന്നാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതിന്റെ ഒക്കെ വ്യത്യാസം ഒന്നാന്ന് പറഞ്ഞില്ലേ? 6 7 1, 4 5 1. അങ്ങനെയാണെങ്കിലും ഇതിലുള്ള ഏറ്റവും ചെറുത് നോക്കിയാൽ മതി. ഏറ്റവും ചെറുത് ചോദിക്കുമ്പോൾ ഏറ്റവും ചെറുത് നോക്കിയാൽ മതി, വലുത് ചോദിക്കുമ്പോൾ വലുത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഏതെടുക്കുക, ഒരു ഓർഡർ ഒന്നുമില്ല. ആ 4 നമ്പർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. ഇതേപോലെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നാൽ മതി. ഡൗട്ട് ഉണ്ടോ? എന്താ ചേച്ചി രൂപം വെച്ച് അത് ചിലപ്പോ തെറ്റിപ്പോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്തായാലും തെറ്റൂല, കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മറ്റേ നമ്മൾ എക്സാം എഴുതുന്ന ടെൻഷനിലൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താ വായിക്കാന്ന് പറയാൻ പറ്റുമല്ലോ. ചിലപ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പൊ 5 5 കൂട്ടിയാൽ 10 എന്നുള്ളതിന് 15 13 വന്നാൽ തന്നെ പോയില്ലേ. ആ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂട്ടാ. ഇതിൽ ഓരോന്നിന്റെയും ദശാംശ സംഖ്യ കണ്ടുപിടിച്ചാലും മതി. 1നെ 6 ഹരിച്ചു വെക്കുക, 1നെ 5 ഹരിച്ചു വെക്കുക. അതിനുശേഷം ഈ 4 ഓപ്ഷൻ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. അതിന്റെ ഇടയിൽ ഏത് സംഖ്യ വരണം നോക്കിയാൽ മതി. നമ്മൾ 1നെ 6 ഹരിക്കുക, പോയിന്റ് ഇട്ടിട്ട് ഹരിക്കുക. അതേപോലെ 1നെ 5 ഹരിക്കുക, പോയിന്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ 1നെ 4 അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 2/11. ഇത് വേറെ രീതി പറഞ്ഞാല് നമ്മൾ വെറുതെ കൂട്ടുക. ഈ 1 കൂട്ടി വെക്കുക, 2 6 5 കൂട്ടി വെക്കുക, 11. അങ്ങനെ ഒരു ഉത്തരം ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട, നേരെ അതങ്ങോട്ട് എഴുതിയാൽ മതി. അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യുക? 1/6 വാല്യൂ കണ്ടുപിടിക്കുക, 1/5 വാല്യൂ കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിലോ ഇതിനൊക്കെ ഒന്ന് LCM എടുത്തുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. ഒരേ വാല്യൂ ഒക്കെ ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നാ പിന്നെ തെറ്റാനൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഇനി രണ്ടാമത്തത് നോക്കുകയല്ലേ. രണ്ടാമത്തത് 1/6 1/5 ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാന്നുള്ളതാണ്. ഇവിടെ 1/6 ഉണ്ട്, 1/5 ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ള സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടാവും? 1/4, 2/11, 3/5, 2/3. ഇതിൽ ഏതാണ് ശരി ഉത്തരം വരണത് എന്നാണ് നോക്കേണ്ടത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 സംഖ്യ എടുത്ത് എഴുതി വെക്കുക. ഇതിന്റെ മുകളിലുള്ള സംഖ്യ രണ്ടും കൂട്ടുക. എത്ര ഉണ്ടാവും? 1 കൂട്ടിയാൽ 2 ആയില്ലേ? 6 5 കൂട്ടിയാൽ 11 ആയില്ലേ? വെറുതെ നേരെ കൂട്ടി വെക്കുക. ആ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, അതായിരിക്കും ശരി ഉത്തരം. 1/6 1/5 ഇടയിലുള്ള സംഖ്യ ചോദിച്ചിട്ട് ഈ മുകളിലുള്ള 2 സംഖ്യ കൂട്ടി നോക്കുക, താഴെ 2 സംഖ്യ കൂട്ടി നോക്കുക. ആ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, അതാണ് ശരി ഉത്തരം. ഇനി ആ ഉത്തരം ഓപ്ഷനിൽ ഇല്ലാന്ന് വിചാരിച്ചോളേ. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? 1/6 വാല്യൂ കണ്ടുപിടിക്കുക. അത് സാധാ പോലെ കൂട്ടിയാൽ മതി. അത് വേറെ ഒന്നും നോക്കണ്ട. ഇതും മാത്രം കൂട്ടുക, ഇതും തമ്മിൽ കൂട്ടുക, അത്രേ ഉള്ളൂ. ഇതേപോലെ ഉണ്ടാവും. മുന്നേ പൂജ ഇടണം. അത് പറയാം. ഇവിടെ ഈ 1/6 ഇല്ലേ, ഈ സംഖ്യ, ഇതിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഒന്നിനെ 6 ഡിവൈഡ് ചെയ്യാം. 1ൽ 6 പോവില്ലല്ലോ, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂജ്യം ഇടാൻ പറ്റുമല്ലോ. ഇനി 10ൽ 6 എത്ര തവണ പോവും? ഒരു വട്ടല്ലേ. 1 6 എത്രയാ? 6. 1ൽ 6 പോവില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പൂജ്യം ഇടാൻ പറ്റും. പിന്നെ 10ൽ 6 എത്ര തവണ പോവും? ഒരു വട്ടം പോവില്ലേ. 1 6 എത്ര വരിക? 6. ശിഷ്ടം എത്ര ഉണ്ടാവും? 4 ഉണ്ടാവൂലേ. ഇനി എന്ത് ചെയ്യാം? അടുത്തൊരു പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 6 അല്ലേ വരിക? വേണ്ട, ഒറ്റ തവണ പോയിന്റ് ഇടുള്ളൂ. ഒരു തവണ പോയിന്റ് ഇട്ടാൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? ഒരു പൂജ്യം ഇട്ട് കൊടുക്കാൻ പറ്റും. രണ്ടാമതൊരു പൂജ്യത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മുകളിൽ പൂജ്യം ഇട്ട് കൊടുക്കേണ്ടി വരും. രണ്ടാമത് പൂജ്യം വേറെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു പൂജ്യം എപ്പോഴും ഇട്ട് കൊടുക്കാൻ പറ്റും. 40ൽ 6 എത്ര തവണ പോവും? 6 36. ഒരു പൂജ്യം ഇട്ട് കൊടുക്കാം.
ഒരു 0 വേണേ ഇട്ട് കൊടുക്കുക. അപ്പൊ പിന്നെയും 6 വട്ടം. 4 വേണമെങ്കിൽ ഇങ്ങനെ പോവാം. അത് ഉത്തരം ഇങ്ങനെ പോവുക ചെയ്യാം. 1.6666 ഇങ്ങനെ. അപ്പൊ ആ ഉത്തരം ഇവിടെ എഴുതി വെച്ച്. ഇനി അടുത്തത് 1/5 അല്ലേ? 1/5 ഇതേപോലെ ചെയ്യാം. 1-5 പോവില്ല. ഇവിടെ പോയിന്റ് ഇട്ടില്ലേ? അപ്പൊ ഇവിടെ 0 ഇടാം. 10-5 എത്ര വട്ടം പോവും? 2 വട്ടം പോവില്ലേ? അപ്പൊ 2-5 എത്രയായി? 10 ആയില്ലേ? 0 കഴിഞ്ഞു. അപ്പൊ ആൻസർ 0.2 അല്ലേ? 0.2. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം ഇതിന്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇവിടെ ഒരു സംഖ്യ ഈ 0.166 ഇവിടെ 0.2ന്റെയും ഇടയിലുള്ള സംഖ്യ നമുക്ക് വേണ്ടി വരാം. ഓക്കെ. അപ്പൊ ഇത് വരില്ല, ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അടുത്ത നോക്കുക, 2/11 അല്ലേ? അതേപോലെ 2നെ ഞാൻ 11 ഹരിച്ചു നോക്കി. 2ൽ 11 പോവില്ല, പോയിന്റ് ഇടുക. ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ 20ൽ 11 എത്ര വട്ടം പോവും? 1 വട്ടം പോവും. 11 കുറയ്ക്കുക, അപ്പൊ 9 ആയില്ലേ? 90ൽ 11 എത്ര വട്ടം പോവും? 8 വട്ടം പോവും. 88 ആയില്ലേ? 90ന് 88 പോയാൽ 2 ആയില്ലേ? അപ്പൊ ഇവിടെ കിട്ടിയ ഉത്തരം എത്രയാ? 0.18 അല്ലേ? ഈ 0.18 പറഞ്ഞാല് ഇതിന്റെ ഇടയിലുള്ള സംഖ്യയല്ലേ വരിക? അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? 2/11 അല്ലേ? ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവിടെ വെച്ച് നിർത്തുക. ഇതിൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ ഒന്നും കൂട്ടിയിട്ട് 2 എഴുതുക. ആ താഴെയുള്ള ഈ 4ഉം 3ഉം കൂട്ടിയിട്ട് 7 എഴുതാം. ഇത് എളുപ്പമുള്ള വഴി, അതവിടെ നിന്നോട്ടെ. പക്ഷെ നമ്മൾ എപ്പോഴും മറ്റേ വഴി കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ 1/4ന്റെ വാല്യൂ എത്രയാ വന്നത്? 0.25 അല്ലേ? 1/3ന്റെ വാല്യൂ എത്രയാ വന്നത്? 3 അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു സംഖ്യ നമുക്ക് വരേണ്ടത്. ഇവിടെ 2/4 ഉത്തരം ഞാൻ അവിടെ എത്ര കിട്ടിയത്? 0.5 അല്ലേ? അപ്പൊ അവിടെ 0.5 അല്ലേ? 3/8ന്റെ ആൻസർ എത്ര കിട്ടിയത്? അത് ഒറ്റയായിട്ട് പറഞ്ഞാൽ മതി. ഇനി അടുത്തത് 2/7 അല്ലേ? അതിന്റെ എത്ര ആൻസർ കിട്ടിയത്? ഇതിൽ ഏതാ അതിന്റെ ഇടയിൽ ഉണ്ടാവുക? 0.28 അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ചെയ്യാന്. ആദ്യം എപ്പോഴും എന്താ നോക്കണ്ടേ? ഈ 1 കൂട്ടിയിട്ട് 2 എഴുതുക, 4 3 കൂട്ടി 7 എഴുതുക. ആ ഉത്തരം ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം ഇതിനൊക്കെ മെനക്കെട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇതിൽ എപ്പോഴെങ്കിലും ശരി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ചെയ്ത് നോക്കും വേണ്ട, അവിടെ നിർത്തുക. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ തന്നെ കിട്ടിയില്ലേ? പിന്നെ നമ്മൾ 3 4 ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ രണ്ടാമത്തെ ഉത്തരം കിട്ടിയ പിന്നെ നമ്മൾ അവിടെ നിർത്തുക. ബാക്കിയുള്ള ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, വെറുതെ ടൈം എന്തിനാ കളയണത്. ഇനി അടുത്തത് മൂന്നാമത്തേലേക്ക് നോക്കുക. ഇത് ചെയ്ത് നോക്ക്. മൂന്നാമത്തെ നമ്മൾ രാവിലെ ചെയ്തില്ലേ? ഈ ഫ്രാക്ഷൻ ആഡ് ചെയ്ത് പോകാനേ ഉള്ളൂ. പക്ഷെ ഇതിൽ എപ്പോഴും ഏറ്റവും എളുപ്പം ഏത് മെത്തേഡാ? LCM ആയിരിക്കും ഉണ്ടാവുക. താഴെ നോക്ക്, ഇവിടെ 2 16 4 8 അല്ലേ? അപ്പൊ താഴെ 4ഉം കൂടി സെയിം ആവണ ഉത്തരം എന്താ ഉണ്ടാവുക? ഏതാ വരിക? 16. അപ്പൊ ഈ 2നെ എങ്ങനെയാ 16 ആക്കാൻ നോക്കുക? താഴെയും മുകളിലും ഗുണിക്കുക. ഇതിനൊന്നും ചെയ്യണ്ട. ഇതിനെ 16 ആക്കാൻ എന്ത് ചെയ്താൽ മതി? താഴെയും മുകളിൽ സംഖ്യയായിട്ട് ഗുണിക്കുക. ഇതിന് 16 ആക്കാൻ പറ്റും, താഴെയും മുകളിൽ അതേ സംഖ്യയായിട്ട് ഗുണിക്കുക. അപ്പൊ അടിയിൽ എല്ലാത്തിനും 16 ആവൂലേ? പിന്നെ ന്യൂമറേറ്റർ മാത്രം നേട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ചെയ്ത് നോക്ക് വേഗം. 200 3 കൂട്ടിയല്ലോ, 203/4 ഉണ്ടാവും അല്ലേ? ഇവിടെയോ 22 ഗുണിച്ച് എത്ര ഉണ്ടാവുക? 40 1 കൂട്ടിയാല് 41/2 അല്ലേ ഉണ്ടാവുക? ഇവിടെയോ 10 4 ഗുണിച്ച് എത്ര ഉണ്ടാവുക? 40 40 1 കൂട്ടിയാല് 41/4 ഉണ്ടാവും അല്ലേ? ഇവിടെയോ അതേപോലെ തന്നെ എഴുതിക്കുക, 3/2 എഴുതി വെക്കാം. ഇതിൽ ആദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലുള്ളത് കൂട്ടണത് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഏതാ വേണ്ടേ? കൂട്ടണത് ചെയ്യാം. ഇതിവിടെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതവിടെ ഉണ്ട്. ബാക്കി ഞാൻ കൂട്ടണതൊക്കെ ഒരുമിച്ച് എടുത്ത്
ഇവിടെ 4 അല്ലേ, ഇവിടെ 4 അല്ലേ, പക്ഷെ ഇവിടെ എന്താ 2 അല്ലേ. ഇവിടെ ഞാൻ താഴെ മുകളിൽ 2 ആയിട്ട് ഗുണിച്ചാ പോരെ 4 ആവാന്. മൈനസ് ലാസ്റ്റ് അവിടെ ഉണ്ട്. ലാസ്റ്റ് ലാസ്റ്റ് ആ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ ഇവിടെ 203 41 6 തമ്മിൽ കൂട്ടുക എത്ര ഉണ്ടാവുക? എത്ര? ആ ഒന്നെങ്കിൽ ഇതിനെ ചെറുതാക്കിയിട്ട് 2 ആക്കുക, അതല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ 4 ആക്കിയിട്ട് ചെയ്യാം. ചെറുതാക്കിയാ പറയാം 2 ആയിട്ടല്ലേ പോകുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാ ഈ 4 മാറ്റിയിട്ട് 2 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ 125/2 41/2 ആയില്ലേ. താഴെ 2 സെയിം അല്ലേ, നമ്മൾ കുറയ്ക്കാൻ പഠിച്ചതല്ലേ, നേരെ ചെയ്താൽ മതി. ഇനി ഹലോ, ആൻസർ 42 ഇല്ലായിരുന്നോ? നമ്മളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല 42 കുത്തൂല, അതല്ലാത്ത ഏത് വേണമെങ്കിലും കുത്തും അല്ലേ. ഏത് ഇതല്ലേ, അത് എളുപ്പമാണ്, ചെയ്ത് നോക്കാം. ഇതൊന്നും കൂടി ഞാൻ പറയാം. 50 3/4 മൈനസ് 20 1/2 പ്ലസ് 10 1/4 പ്ലസ് 3/2 ഉണ്ടായിരുന്നത്. ആദ്യം ഇതിലുള്ള ഓരോന്നിനും മാറ്റി എഴുതിയാൽ നേരെ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. 50 × 4 കൂട്ടണം 3/4 ഉണ്ടാവും. ഇവിടെ 20 ഗുണിക്കണം 2 കൂട്ടണം 1/2 ഉണ്ടാവും. ഇവിടെ 10 ഗുണിക്കണം 4 കൂട്ടണം 1/4 ഉണ്ടാവും. ഇവിടെ 3/2 ഉണ്ടാവൂലേ. ഇതില് ഈ കുറയ്ക്കണത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ബാക്കോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം ഈ കൂട്ടണതൊക്കെ ഒരുമിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ വേറെ ഒന്നും തെറ്റാനൊന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, പക്ഷെ ഇവിടെ എന്തായിരുന്നു 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് 4 ആക്കുക. 4 ആക്കാൻ എന്ത് ചെയ്യുക, താഴെ മുകളിൽ 2 ആയിട്ട് ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ 3/2 പകരം ഇവിടെ 6/4 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടൂലേ. ഇപ്പൊ താഴെ ഫുള്ള് സെയിം ആയില്ലേ, ഒക്കെ 4 അല്ലേ ഉള്ളത്. അപ്പൊ മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ മാത്രം എന്ത് ചെയ്യുക, കൂട്ടുക. കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 280 കിട്ടൂലേ. 280/4 ആണ്, ഇവിടെ 41/2 ആണ്. ഇവിടെ 4ഉം ഇവിടെ 2ഉം താഴെ സെയിം ആക്കണ്ടേ. ഇവിടെ നമുക്ക് ചെറുതാക്കി കൂടെ. അപ്പൊ 125/2 ആയില്ലേ, താഴെ 2ഉം സെയിം ആയി. അപ്പൊ എന്ത് ചെയ്യാ, 125 41 കുറയ്ക്കുക, 84/2 ഉണ്ടാവും. ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 42 കിട്ടും. ഓക്കെ അല്ലേ. ഇതാണ് നമ്മൾ രാവിലെ തൊട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പഠിച്ചു തുടങ്ങിയത്. ലാസ്റ്റിലേക്ക് വരുമ്പോൾ എല്ലാം കൂടി ചെയ്യാനുണ്ടോ. ഓക്കെ അല്ലേ, മനസ്സിലാവില്ലേ. ഇവിടെ 1/2 1/2 തമ്മിൽ ആദ്യം കൂട്ടി നോക്കുക. ഇവിടെ താഴെ 2 സെയിം അല്ലേ. അപ്പൊ നമ്മൾ 1 1 തമ്മിൽ കൂട്ടുക. അപ്പൊ എത്ര കിട്ടുക? 2. 2/2 അല്ലേ ഉണ്ടാവുക, അത് അവിടെ നിൽക്കട്ടെ. ഇനി താഴെ 2 1/7 അല്ലേ. 2ഉം 7ഉം തമ്മിൽ ഗുണിച്ചിട്ട് 1 കൂട്ടുക. 2 ഗുണിക്കണം 7 കൂട്ടണം 1 അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടും? 15/7 എന്ന് കിട്ടൂലേ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ, 2/2 ഹരിക്കണം 15/7 എന്ന് എഴുതിക്കൂടെ. ഹരിക്കണ ചിഹ്നത്തിന് പകരം ഗുണിക്കണ ചിഹ്നം ഇടൂലേ. 15/7 നമ്മൾ എന്ത് ചെയ്യും, തല തിരിച്ചിട്ടിട്ട് 7/15 ആവൂൽ. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അല്ലേ. അപ്പൊ 7/15 ആവും ആൻസർ ഉണ്ടാവാം. പറ്റുമോ? 2/2 എന്ന് പറഞ്ഞാൽ ഉത്തരം 1 അല്ലേ വരിക. ഇവിടെ 3/3 എഴുതാൻ പറ്റുമോ? ഇവിടെ 4/4 എഴുതാൻ പറ്റുമോ?
ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ നോക്ക്, ഈ ഒന്നിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? 2/2 ആക്കിക്കൂടെ? ഒന്ന് കഴിഞ്ഞല്ലേ ആൻസർ ഉണ്ടാവുക. ഇവിടെ ഈ ഒന്നിന് പകരം എനിക്ക് 3/3 ആക്കിക്കൂടെ? ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആക്കണേ? ഇവിടെ 2 കൊണ്ടാണ് ഇവിടെ എടുത്തത്, ഇവിടെ 3 കൊണ്ടാണ് ഇവിടേക്ക് എടുത്തത്, ഇവിടെ 4 കൊണ്ട് ഇങ്ങോട്ട് എടുത്ത്, ലാസ്റ്റ് 9 കൊണ്ട് അവിടെ 9/9 ആക്കി. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര ഉണ്ടാവുക? 8/9 ആവൂലേ? നമ്മൾ നേരത്തെ ഒരു കണക്ക് ചെയ്തില്ലായിരുന്നോ? അതേപോലെ ഈ രണ്ടും പോവും, ഈ 3 പോവും, ഈ 4 ഇങ്ങനെ പോയി ഈ ലാസ്റ്റ് 8 പോകൂലേ? ബാക്കി എന്താ ഉണ്ടാവുക? 1/9. 5 ഭാഗം വാടകയ്ക്ക് കൊടുത്തു, 3/10 ഭാഗം ആഹാരത്തിന് കൊടുത്തു, 1/8 ഭാഗം യാത്രാ ചെലവുകൾക്ക് ഉപയോഗിച്ചു. ബാക്കി അയാളുടെ കയ്യിൽ 1400 രൂപയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അയാളുടെ ആകെ ശമ്പളം നമുക്ക് അറിയില്ല. അയാൾ കിട്ടിയ ശമ്പളത്തിന്റെ 2/5 ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വാടക കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. 3/10 ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ആഹാരത്തിന് വേണ്ടി ഉപയോഗിച്ചു. 1/8 ഭാഗം യാത്രാ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ ബാക്കി എത്ര രൂപ ഉണ്ട്? 1400 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? അയാളെ മുഴുവൻ ശമ്പളം എത്ര ഉണ്ടാവുക? 1 വിചാരിക്കുക. അയാൾക്ക് ആകെ വന്ന ചെലവുകൾ എന്തൊക്കെയാ? 2/5 വാടകയ്ക്കും, 3/10 ആഹാരത്തിനും, 1/8 ഭാഗം യാത്രാ ചെലവുകൾക്കല്ലേ എന്നത്. ഇത് 3 കൂടി കൂട്ടി നോക്കുക. എന്നിട്ട് ആകെ ശമ്പളം 1 അതൊന്നും അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അയാളുടെ കയ്യിൽ ബാക്കി എത്ര ഭാഗമാണുള്ളത്, അയാളെ മൊത്തം ശമ്പളത്തിന്റെ എത്ര ഭാഗമാണ് ബാക്കിയുള്ളത് അയാളുടെ കയ്യിൽ നിന്ന് മനസ്സിലാവും. അത് എത്ര രൂപയാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്ര രൂപയാണ് 1400 രൂപയല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ഇത് 3 കൂടി ഒന്ന് കൂട്ടി വെക്കുക. ഇത് 3 കൂടി കൂട്ടിയതിന് ശേഷം ഈ 1 കുറയ്ക്കാം. 40 മാറ്റാൻ പറ്റും, 10 40 മാറ്റാൻ പറ്റും, 8 40 മാറ്റിക്കൂടെ? 5 എങ്ങനെ 40 മാറ്റുക? 40 മാറി. അതിനുശേഷം ഈ 3/10 ഈ 10 എങ്ങനെ 40 മാറ്റുക? 4 ഗുണിച്ചാ പോരെ? ഈ 8 എങ്ങനെ 40 മാറ്റുക? 5 ഗുണിച്ചാ പോരെ? ഇപ്പൊ എല്ലാത്തിന്റെയും ഛേദം എന്തായി? സെയിം ആയില്ലേ? ഒക്കെ 40 അല്ലേ ഉള്ളത്. ഇനി ജസ്റ്റ് മുകളിലുള്ള സംഖ്യകൾ മാത്രം കൂട്ടി പോയാൽ പോരെ? അത് എത്രയുണ്ടാവുക? എത്രയുള്ളത്? വേഗം കൂട്ടിയിട്ട് പറഞ്ഞോണ്ടാ. 33 അല്ലേ കിട്ടി? ആണോ? ഇനി എന്ത് ചെയ്യാ? ഈ 1 പകരം ഇവിടെ 40 അല്ലേ? നമുക്ക് 40/40 എഴുതിക്കൂടെ? അയാളുടെ കയ്യിൽ ബാക്കി എത്ര ഭാഗം ഉണ്ടാവുക മൊത്തം ശമ്പളത്തിന്റെ? 7/40 അല്ലേ ഉണ്ടാവുക? ഈ 7/40 എത്രയും തന്നിട്ടുണ്ട് നമുക്ക്? 1400. അത് വെച്ചിട്ട് ബാക്കി ചെയ്താൽ മതി. 40 ചെയ്താൽ മതി. ഈ ഇവിടെ എക്സിന് മാത്രം നിർത്തുക. 7/14 നേരെ ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടെ ഇൻഡു ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഹരിക്കണാവൂ അല്ലെ? ഗുണിക്കണം എന്നുള്ള നേരം അങ്ങോട്ട് പോകുമ്പോ എന്താവും? ഹരിക്കണാവും ഉണ്ടാവുക. ഹരിക്കണ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഹരിക്കണ ചിഹ്നം മാറ്റിയിട്ട് ഗുണിക്കണ ചിഹ്നം ഇടുക. ഈ ഫ്രാക്ഷനെ നേരെ റെസിപ്രോക്കൽ എടുത്തിടുക. നേരെ തല തിരിച്ചിട്ടാൽ മതി അല്ലെ? അപ്പൊ 7/40 എന്തായി? 40/7 മാറിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ വെട്ടാൻ പറ്റും. ആ 0 വെട്ടാൻ പറ്റൂല. താഴെയും മുകളിൽ മാത്രം വെട്ടാൻ പറ്റുള്ളൂ. ഇത് മുകളിൽ തന്നെയല്ലേ? 2 അംശമല്ലേ? അപ്പൊ അത് വെട്ടാൻ പറ്റൂല. വെറും 1400 എന്ന് പറഞ്ഞാല് 1400/1 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മുകളിലുള്ളത് വെട്ടാൻ പറ്റൂല. ഇതും വേണമെങ്കിൽ വെട്ടാം. 7 എത്ര വട്ടം പോവും? 1 വട്ടം പോവില്ലേ? 14 2 വട്ടം. ബാക്കി എന്തൊക്കെയാ ഉണ്ടാവുക?